7 steps to fix your life as a young man. First of all, I appreciate you for watching this video because the step 0 is awareness. Most of the people aware ആയിട്ട് പോലും ഇല്ല അവരുടെ ലൈഫിന്റെ ഡയറക്ഷൻ അങ്ങോട്ടാ അവർ ചെയ്യുന്നത് ശരിയാണോ തെറ്റാന്ന് പോലും അവർ ആലോചിച്ചിട്ടുണ്ടാവില്ല. But you are here watching a video on how to improve your life. I really appreciate that. Step 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ അവയർനെസ് ആണ്. Now that you know you need to improve your life, ഇങ്ങനൊന്നും പോയാൽ പോരാ, കുറെ കാര്യങ്ങൾ മാറ്റം വരുത്താനുണ്ട്, ഇംപ്രൂവ് ആക്കാൻ പറ്റും, നിനക്ക് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിനക്ക് ആദ്യം വേണ്ടത് എനർജിയാണ്. And how do you get energy? Fix your health. നിന്റെ ബോഡിയാണ് നിന്റെ ഫൗണ്ടേഷൻ. സോ സ്റ്റെപ്പ് നമ്പർ 1, ഫിക്സ് യുവർ ബോഡി. നിന്റെ ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് യു ഈറ്റ്, ഹൗ മച്ച് യു സ്ലീപ്പ് ആൻഡ് ഹൗ മച്ച് യു ട്രെയിൻ. അതായത് കഴിക്കുന്ന ഫുഡ് പ്രോപ്പർ ആക്കുക, മാക്സിമം ഹെൽത്തി ഫുഡ് കഴിക്കാൻ നോക്കുക, അവോയ്ഡ് ഓയിൽ ആൻഡ് ജങ്ക് ഫുഡ്, അതുപോലെ തന്നെ മധുരം മാക്സിമം കുറയ്ക്കാൻ നോക്കുക. രണ്ടാമത്തെ കാര്യമാണ് ട്രെയിനിങ്. ഡെയിലി ഒരു 3 to 4 ടൈംസ് മാത്രം നമ്മൾ ജിം അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റിംഗ് വർക്ക്ഔട്ട്സ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞാൽ നിനക്ക് യു നീഡ് റിക്കവറി. യു ആർ എ ഹ്യൂമൻ ബീയിങ്. റിക്കവറിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് പ്രോപ്പർ സ്ലീപ്പ്. ഒരു 7 to 8 hours ആണ് ഒരു ആവറേജ് അഡൽട്ടിന് റെക്കമെൻഡഡ് ആയിട്ടുള്ള സ്ലീപ്പ്. ഇത്ര മണിക്കൂർ നമ്മൾ ഉറങ്ങിയാലും നമ്മുടെ ഡീപ് സ്ലീപ്പ്, റെം സ്ലീപ്പ് എന്നൊക്കെ പറഞ്ഞ് പല കാറ്റഗറീസ് ഉണ്ട്. നമ്മുടെ ഡീപ് സ്ലീപ്പ് ഇംപ്രൂവ് ആക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. എത്ര മണിക്കൂർ ഉറങ്ങുന്നുണ്ട്, ഒരു പ്രോപ്പർ വിൻഡോയിൽ ഉറങ്ങാൻ നോക്കുക, ഒരു പ്രോപ്പർ ടൈമിൽ എല്ലാ ദിവസവും ഉറങ്ങാൻ നോക്കുക. ആ റെഗുലാരിറ്റി തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ക്വാളിറ്റിയും ഇംപ്രൂവ് ആക്കും. ന്യൂട്രീഷ്യസ് ഫുഡ്, സ്ലീപ്പ് ആൻഡ് പ്രോപ്പർ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ മൂഡ് ഓട്ടോമാറ്റിക്കലി ഇംപ്രൂവ് ആവും. അടുത്ത സ്റ്റെപ്പാണ് മെന്റൽ ഹെൽത്ത്. ഒരാൾ ഫിറ്റ് ആണെന്ന് പറയണമെങ്കിൽ പ്രോപ്പർ അയാളുടെ മെന്റൽ ഫിറ്റ്നസും ഫിസിക്കൽ ഫിറ്റ്നസും ഒക്കെ ആണെങ്കിൽ മാത്രമേ ഫിറ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. സോ ആസ്ക് യുവർ സെൽഫ്, ആർ യു ഫിറ്റ്? മേ ബി ഫിസിക്കലി നിങ്ങൾ ഫിറ്റ് ആയിരിക്കും, ബട്ട് മെന്റൽ ഫിറ്റ്നസിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ഇംപ്രൂവ് ആക്കാൻ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മേ ബി വർക്കിംഗ് ഔട്ട്, വെയിറ്റ് ലിഫ്റ്റിംഗ്, സ്ലീപ്പിംഗ് ആണെങ്കിൽ നമ്മുടെ മെന്റൽ ഹെൽത്തിന് ഇംപ്രൂവ് ആക്കുന്ന കാര്യങ്ങളാണ് ജേർണലിംഗ്, മെഡിറ്റേഷൻ ആൻഡ് ബ്രെത്ത് വർക്ക്. ഇതിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന എപ്പോഴും ജേർണലിംഗ് ആൻഡ് മെഡിറ്റേഷൻ ആയിരിക്കും. ബിക്കോസ് മെഡിറ്റേഷൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പ്ലിറ്റ് ആയി പോകുന്ന ഈ അറ്റൻഷനെ ഒരു സിംഗിൾ പോയിന്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഫോർ എ ലോങ്ങർ പീരിയഡ് ഓഫ് ടൈം. മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ്ഫുൾനെസ്സും നമ്മുടെ ഫോക്കസും കൂടും. ആൻഡ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അതുപോലെ ജേർണലിംഗ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മെസ്സി ആയിട്ടുള്ള റാൻഡം ആയിട്ടുള്ള തോട്ട്സിനെയൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. വാട്ട് യു ഫീൽ, വാട്ട് ആർ യുവർ ഫിയേഴ്സ്, വാട്ട് യു വാണ്ട് ടു ഡു, ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഡൗൺ. കാരണം വെൻ യു റൈറ്റ് എ പ്രോബ്ലം ഡൗൺ, ഇറ്റ് ഈസ് ഹാഫ് സോൾവ്ഡ്. കാരണം നമുക്ക് ഇറ്റ് ബ്രിങ്സ് ക്ലാരിറ്റി. നമ്മൾ ജേർണൽ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യം നമുക്ക് ക്ലാരിറ്റി കൊണ്ടുവരും. നമ്മൾ എന്തിനെ പറ്റിയാണോ എഴുതുന്നത് അതിൽ കൂടുതൽ ക്ലാരിറ്റി കൊണ്ടുവരും. നമുക്കൊരു തേർഡ് പേഴ്സൺ വ്യൂവിൽ റൈറ്റ് ഇറ്റ് ഡൗൺ ഫസ്റ്റ്, എന്നിട്ട് നമുക്കൊരു തേർഡ് പേഴ്സൺ വ്യൂവിൽ അത് വായിക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും, ഓക്കെ ദിസ് ഈസ് ഹൗ യുവർ തോട്ട് പാറ്റേൺ ഗോയിങ് എവറി സിംഗിൾ ഡേ. അല്ലെങ്കിൽ നീ ഡെയിലി ചിന്തിക്കുന്ന കാര്യങ്ങൾ പോകുന്ന ഒരു രീതി ഇതാണ്. അപ്പൊ നിനക്ക് അതിനനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും, ക്ലാരിറ്റി കിട്ടും. ദാറ്റ് ഇസ് എ മെയിൻ തിങ്. മൈൻഡ്ഫുൾനെസിന്റെ ഇമ്പോർട്ടൻസ് അവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ തിങ്ക് അബൌട്ട് ദ ടൈം യു ആർ ഹാപ്പി. നമ്മൾ എപ്പോഴാണ് ഹാപ്പി ആവാം? പോട്ടെ, നീ സഫർ ചെയ്യാന്ന് പറയില്ല, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കാന്ന് പറയില്ല. ഇത് എപ്പോഴാണ് നമ്മൾ ചെയ്യുക? വെൻ വി ആർ തിങ്കിങ് അബൌട്ട് എ ഫ്യൂച്ചർ ഓർ വെൻ യു ആർ തിങ്കിങ് അബൌട്ട് യുവർ പാസ്റ്റ്. ഈ സഫറിങ് ഒഴിവാക്കാൻ ഏറ്റവും ബെസ്റ്റ് തിങ് ആണ് ബി പ്രസന്റ്. ഈ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ടൈം, ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള മൊമെന്റിനെ പറ്റി പ്രസന്റ് ആയിരിക്കുക. അതിനെപ്പറ്റി വരെ ഇതാ പറയും. നമ്മൾ എന്തിനാ കഴിഞ്ഞു പോയ കാര്യങ്ങളും ഇന്നത്തെ കാര്യങ്ങൾ ആലോചിച്ച് ഇപ്പോൾ ഉള്ള നല്ല ടൈം നമ്മൾ എന്തിനാ കളയുന്നത്? മെന്റൽ പീസിനും നമ്മുടെ ഹാപ്പിനെസ്സിനും വലിയൊരു ഫാക്ടറാണ് ഈ പറഞ്ഞ മെഡിറ്റേഷൻ. ഇനി നിന്റെ ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും ഓക്കെ ആക്കി കഴിഞ്ഞാൽ തേർഡ് പ്രയോറിറ്റി അല്ലെങ്കിൽ തേർഡ് സ്റ്റെപ്പ് ആയിട്ട് വരുന്നതാണ് സെൽഫ് കെയർ. ഇതിൽ പേഴ്സണൽ ഹൈജീൻ, ഗ്രൂമിംഗ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വരും. ഇത് ചെയ്യണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. മോസ്റ്റ് ഓഫ് ദ മെൻ അവോയ്ഡ് ദിസ് പാർട്ട്. അല്ലെങ്കിൽ അവരെന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഇത് പെൺകുട്ടികളെ ചെയ്യേണ്ട പരിപാടി, നമുക്കൊന്നും പറ്റൂല പറഞ്ഞിട്ട് ഒഴിവാക്കും. ഞാനും അങ്ങനെ വിചാരിച്ചിരുന്ന ഒരാളാണ്. ബട്ട് ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. കാരണം നമ്മൾ ബെഡിൽ നിന്ന് എണീക്കുന്ന ടൈം തൊട്ട് തിരിച്ച് ബെഡിലേക്ക് പോയി കിടക്കുന്ന ടൈം വരെ ഉറങ്ങുമ്പോഴും ആക്റ്റീവ് ആയിരിക്കുന്ന നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ടല്ലോ, ഇതിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഹൗ വി ട്രീറ്റ് അവർ സെൽഫ്. നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് വളരെ ബാഡ് ആയിട്ടാണ്. പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്യില്ല, പ്രോപ്പറായിട്ട് കുളിക്കില്ല, പ്രോപ്പറായിട്ട് ഒന്നും ചെയ്യില്ല, പ്രോപ്പറായിട്ട് ഗ്രൂം ചെയ്യില്ല, ഡ്രസ് ചെയ്യില്ല എന്നുള്ളതൊക്കെ ഭയങ്കര നമ്മുടെ സെൽഫ് ഇമേജിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ആൻഡ് സെൽഫ് ഇമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ യു പെർസീവ് യുവർ സെൽഫ്. നീ എങ്ങനെയാണ് നിന്നെ തന്നെ കാണുന്നത്. ദാറ്റ് ഈസ് ദ കീ ടു സക്സസ്. കാരണം നീ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ട് നിനക്ക് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് യുവർ സെൽഫ് ഇമേജ് ഇസ് ട്രാഷ്. സോ ട്രീറ്റ് യുവർ സെൽഫ് ബെറ്റർ ഈവൻ വെൻ നോ വൺ ഈസ് നോട്ടീസിങ്. ദാറ്റ് ഈസ് ദ കീ. അതായത് ഒരു 2-3 ദിവസം കൂടുമ്പോൾ പ്രോപ്പർ ആയിട്ട് ബിയർഡ്, മസ്റ്റാഷ്, നോസ്, ഇയേഴ്സ്, ആ ഹെയർസ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ഹെയർ കട്ട് 2 weeks കൂടുമ്പോഴേ കട്ട് ചെയ്ത് ഏറ്റവും ബെസ്റ്റ്. ചിലവർക്ക് ഗ്രോത്ത് ഡിഫറെന്റ് ആയിരിക്കും, 2 to 3 weeks. ഓക്കെ, അതേപോലെ തന്നെയാണ് സ്മെൽ ഗുഡ്. ഒരു ബാഡ് ബ്രെത്ത് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷൻ പോയി. നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ കാണുക? ഹൗ ദേ ലുക്ക്. പിന്നെ നമ്മുടെ അടുത്ത സെൻസ് ആണ് സ്മെല്ലിംഗ്. അപ്പൊ സ്മെല് ചെയ്യുമ്പോൾ ഒരു ബാഡ് ബ്രെത്ത് ഉണ്ടാവാണ്ടിരിക്കുക. അതിന് ബ്രഷ് ട്വൈസ്, അതുപോലെ തന്നെ ടങ് സ്ക്രേപ്പ് ചെയ്യുക. ഇതൊക്കെ ഞാൻ പറയുന്നത് ഞാൻ കുറെ മിസ്റ്റേക്കുകൾ വരുത്തിയോണ്ടാണ്. ഐ എം നോട്ട് സ്മാർട്ടർ ദാൻ യു, ഐ ജസ്റ്റ് മെയ്ഡ് മോർ മിസ്റ്റേക്സ് ദാൻ യു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സോ അത് ആ സെൻസിൽ എടുക്കാം. ടങ് സ്ക്രേപ്പ് ചെയ്യുക, അതേപോലെ തന്നെ ബ്രഷ് ചെയ്യുക, അത് ട്വൈസ് എ ഡേ. ടേക്ക് ബാത്ത് ട്വൈസ് എ ഡേ. ഇങ്ങനെ തന്നെ ബാഡ് ഓർഡർ, സ്മെൽ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ ഓർഡേഴ്സ് അങ്ങനെ കുറയ്ക്കാൻ പറ്റും. പിന്നെ ആഡ് ഓൺ ആയിട്ട് നിനക്ക് നല്ലൊരു പെർഫ്യൂം ആഡ് ചെയ്യുക. സൂൺ ആഫ്റ്റർ ബാത്ത് ഗെറ്റ് മോയ്സ്ചറൈസർ, ഫേസോ ബോഡിയോ നിങ്ങൾക്ക് എവിടെയാണ് ചെയ്യേണ്ട അപ്ലൈ ചെയ്തതിന് ശേഷം ഈ സ്പ്രേ അടിക്കുക. പൾസ് പോയിന്റ്സിൽ അടിക്കാൻ നോക്കുക.
Dressing. Step 4 is dressing well. The moment you get out of your gate, you should be dressed well. പല ആൾക്കാരും നൈറ്റ് ഡ്രസ് ഇട്ടിട്ട് ഷോപ്പ് ചെയ്യാൻ പോകുന്നതും അത് ചെയ്യാൻ പോകുന്നു ഇത് ചെയ്യാൻ പോകുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ സെലിബ്രിറ്റീസ് അത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അത് മിമിക് ചെയ്യാൻ നോക്കുന്നുണ്ടാവും. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് ഞാൻ ഇടുള്ളൂ. ബട്ട് ദാറ്റ് ഈസ് എ വെരി ബാഡ് അപ്രോച്ച് ടു ടേക്കിംഗ് കെയർ ഓഫ് യുവർ സെൽഫ്. ലൈക്ക് നമ്മൾ പ്രോപ്പറായിട്ട് ഡ്രസ് ചെയ്യുന്നത് ഇറ്റ് ഷോസ് റെസ്പെക്ട് ടു യുവർ സെൽഫ് ആൻഡ് ടു അതേഴ്സ്. നീ എങ്ങനെ ഒരു ഇവന്റിന് ഷോ അപ്പ് ചെയ്യുന്നു എന്നുള്ളത് ദാറ്റ് ഷോസ് റെസ്പെക്ട്. സോ ഗിവ് സം റെസ്പെക്ട് ടു യുവർ സെൽഫ്, യുവർ ബോഡി ആൻഡ് ടു അതേഴ്സ്. സ്റ്റെപ്പ് 5 വാസ് ലേൺ എ ന്യൂ സ്കിൽ. അതായത് ഡെയിലി ഒരു 30 minutes to 1 hour ഒരു പുതിയ സ്കില്ല് പഠിക്കാൻ ടൈം കണ്ടെത്തുക, അല്ലെങ്കിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം ഇതിന്റെ ഇമ്പോർട്ടൻസ് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഇതിന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ എന്താണ് ഇപ്പോൾ നടക്കുന്നതെന്നുള്ളത് അറിയാൻ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക, മൈക്രോ സ്കിൽസും പഠിക്കുക. അതുപോലെ തന്നെ ഒരു മേജർ സ്കില്ലിന് വേണ്ടിയിട്ട് ഒരു ഡെയിലി 1 hour സ്പെൻഡ് ചെയ്യുക. അടുത്തൊരു കാര്യമാണ് ഏർണിംഗ്. അപ്പം നേരത്തെ നീ സ്കില്ല് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള പഠിച്ച സ്കില്ല് നിനക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ലേൺ ചെയ്യുക, എന്നിട്ട് ഏൺ ചെയ്യാൻ തുടങ്ങുക. ഏൺ ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏൺ ചെയ്ത പൈസ വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് എന്നുള്ളത്. എല്ലാവരും പൈസ ഉണ്ടാക്കാൻ പഠിക്കുക, അതെങ്ങനെ പ്രോപ്പറായിട്ട് സ്പെൻഡ് ചെയ്യാന്ന് കൂടെ പഠിക്കണം. അത് നീ ലേൺ ചെയ്യുമ്പോൾ തന്നെ ഈ കാര്യങ്ങൾ കൂടെ പഠിച്ചു വെക്കണം. ഫൈനാൻസ്, കോണ്ടന്റ് ക്രിയേഷൻ, അല്ലെങ്കിൽ ഹൗ ടു പ്രസന്റ് യുവർ സെൽഫ്, ഹൗ ടു ഡ്രസ് വെൽ, ഈ കാര്യങ്ങളൊക്കെ അപ്പോഴേ നിനക്ക് പഠിക്കാം. ഇഫ് യു ആർ എ യങ് മാൻ, ദ ബെസ്റ്റ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഈസ് സ്പെൻഡിങ് മണി ഓൺ യുവർ സെൽഫ്. പലരും പറയും സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ബട്ട് ആരും പറയാത്തൊരു കാര്യമുണ്ട്. നിനക്ക് നീ നിന്നിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് റിട്ടേൺസ് നാളെ തൊട്ട് കിട്ടി തുടങ്ങും. ലൈക്ക് യു വിൽ ബിക്കം എ ബെറ്റർ പേഴ്സൺ. നിന്റെ സ്കിൽസ് ഇംപ്രൂവ് ആവും, ഓട്ടോമാറ്റിക്കലി നിന്റെ മണി മേക്കിംഗ് എബിലിറ്റിയും കൂടും. ലൈക്ക് നിനക്ക് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 10x റിട്ടേൺ കിട്ടുന്നുണ്ടെങ്കിൽ 100x റിട്ടേൺ ആയിരിക്കും നിനക്ക് നീ നിന്നിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുക. സോ ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്, റീഡ് ബുക്സ്, ട്രാവൽ, എക്സ്പീരിയൻസിൽ പൈസ സ്പെൻഡ് ചെയ്യുക. എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യുന്ന ആയിക്കോട്ടെ, പുതിയൊരു വർക്ക്ഷോപ്പിന് പോകുന്ന ആയിക്കോട്ടെ, ഒരു സ്കില്ല് പഠിക്കുന്ന ആയിക്കോട്ടെ. ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. സ്റ്റെപ്പ് നമ്പർ 6 ഇസ് റിലേഷൻഷിപ്പ്. അതും ഒരു സ്കില്ലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് അത് ഇംപ്രൂവ് ആക്കാൻ പറ്റും. നോ മാറ്റർ ഹൗ ബാഡ് ഇറ്റ് ഇസ്. വെദർ നീ നിന്റെ പാരന്റ്സിനോട് സംസാരിക്കുന്ന ബിഹേവ് ചെയ്യുന്ന രീതി ആയിക്കോട്ടെ, നീ നിന്നോട് സംസാരിക്കുന്ന രീതി ആയിക്കോട്ടെ, ഭയങ്കര നെഗറ്റീവ് സെൽഫ് ടോക്ക് ഒക്കെ ചെയ്യുന്നതാണെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്തുകൊണ്ടുവരാം. പാർട്ട്ണറിനോട് സംസാരിക്കുന്ന കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡിംഗ് ആയി സംസാരിക്കുക. ഇതൊക്കെ നിനക്ക് നിനക്ക് ഇംപ്രൂവ് ആക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഒരിക്കലും ചേഞ്ച് ആവില്ല എന്ന് പറഞ്ഞിട്ട് ദാറ്റ് ഇസ് കോപ്പിംഗ്. ആക്ച്വലി എല്ലാവർക്കും അവരുടേതായുള്ള ക്യാരക്ടേഴ്സും അതൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്കൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഇംപ്രൂവ് ആക്കാനുള്ള ഒരു മൈൻഡ് നമ്മൾ കാണിക്കണം. ദാറ്റ് ഇസ് എ ബെയർ മിനിമം, ദാറ്റ് ഇസ് എഫേർട്ട്. അത് റിലേഷൻഷിപ്പിൽ ഇട്ട് കഴിഞ്ഞാലേ ആ റിലേഷൻഷിപ്പ് ഫ്ലറിഷ് ചെയ്യുള്ളൂ. വെദർ ഇറ്റ് ബി യുവർ പാർട്ട്ണർ, വെദർ ഇറ്റ് ബി യുവർ പാരന്റ്സ്, ഫാമിലി, ഓർ യുവർ സെൽഫ്. എഫേർട്ട് ഇടണം. നോബഡി ഈസ് സ്റ്റാർട്ടിംഗ് അറ്റ് ദ ബെസ്റ്റ് പ്ലേസ്. എല്ലാവർക്കും പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അവിടെ നിന്ന് അത് നമ്മൾ ഇംപ്രൂവ് ആവണമെങ്കിൽ നമ്മൾ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യണം. അതിൽ നമ്മൾ എഫേർട്ട് ഇട്ടേ പറ്റുള്ളൂ. അപ്പോൾ ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കാര്യങ്ങൾ വിത്ത് യുവർ പാർട്ട്ണർ, വിത്ത് ഹൗ യുവർ ഫീലിംഗ്, അബൌട്ട് വാട്ട് യുവർ ഫീലിംഗ് എന്നുള്ളത്. നീ പാരന്റ്സിന്റെ അടുത്ത് ആയിക്കോട്ടെ, നിന്റെ അടുത്ത് ആയിക്കോട്ടെ, നിന്റെ അടുത്ത് ഉദ്ദേശിച്ച് നിനക്ക് ജേർണൽ ചെയ്യുമ്പോഴോ നിനക്ക് തന്നെ നീ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അത് ഇംപ്രൂവ് ആവും. നീ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പാരന്റ്സിന്റെ അടുത്താണെങ്കിൽ സംസാരിക്കണം, പാർട്ട്ണറിന്റെ അടുത്ത്, ബാക്കിയുള്ളവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ ഇംപ്രൂവ് ആവുള്ളൂ. ഹൗ യു ഫീൽ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. കാരണം നീ ബാക്കിയുള്ള എല്ലാ സ്റ്റെപ്പ് ചെയ്തു, ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ യു വിൽ ബി എ ഫെയിലിയർ. വി ആർ ഹ്യൂമൻ ബീയിങ്സ്, വി ആർ സോഷ്യൽ ബീയിങ്സ്. വി കാൺട്ട് മെയിൻറ്റെയിൻ എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് അവർ സെൽഫ് ആൻഡ് വിത്ത് അതേഴ്സ്. വാട്ട്സ് ദ പോയിന്റ് ഓഫ് ലിവിംഗ്? സ്റ്റെപ്പ് നമ്പർ 7 എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ്. നിങ്ങൾക്ക് ഒരിക്കലും ഇതെല്ലാം ഒരുമിച്ച് ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കില്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഓർഡറിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടില്ല, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഏറ്റവും ലാക്ക് ചെയ്യുന്ന എവിടെയാണ്, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. കാരണം ബാലൻസ് ഇസ് ദ കീ. നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് ടുഡേ. എന്തെങ്കിലും ഒരു ചെറിയ, നമുക്ക് ഓൾ ഓഫ് എ സഡൻ എല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റൂല. ഇപ്പൊ നീ നോക്കിയിട്ട് എന്താ എന്റെ ലൈഫ് ഇങ്ങനെ ആയെന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഒരു ദിവസം നീ ഒരു ബർഗർ കഴിച്ചുകൊണ്ടല്ല നീ ഫാറ്റ് ആയത്, ഒരു ദിവസം നീ ജിമ്മിൽ പോകാത്തോണ്ടല്ല നിന്റെ ഡിസിപ്ലിൻ പോയത്, ഒരു ദിവസം നീ മിണ്ടാണ്ടിരുന്നോണ്ടല്ല നിന്റെ റിലേഷൻഷിപ്പ് ഇങ്ങനെ ആയത്. അത് കുറെ നാൾ ചെയ്യുമ്പോഴാണ് ഒരു സ്റ്റേജിലേക്ക് എത്തുക. അപ്പോഴായിരിക്കും നമ്മൾ റിയലൈസ് ചെയ്യുക. ഒരു സ്റ്റെപ്പിൽ ഒറ്റയടിക്ക് സോൾവ് ചെയ്യാമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ഇറ്റ് വിൽ ടേക്ക് ടൈം. ഹാവ് പേഷ്യൻസ്. ഡെയിലി ഒരു കാര്യം ഇംപ്രൂവ് ആക്കി, ബെറ്റർ ആക്കി, അങ്ങനെ ഗ്രാജുവലി ഓരോ ഡൊമെയിൻസും കഴിഞ്ഞ് അടുത്തേക്ക് കടക്കുക. ആൻഡ് ദാറ്റ്സ് ഹൗ യു ഫിക്സ് യുവർ ലൈഫ്. ഡോണ്ട് ട്രൈ ടു ഡു എവറിത്തിങ് അറ്റ് വൺസ്. ജസ്റ്റ് ഫോക്കസ് ഓൺ വൺ തിങ്, മാസ്റ്റർ ഇറ്റ്, മൂവ് ടു ദ നെക്സ്റ്റ് ഡൊമെയിൻ ആൻഡ് ഫിക്സ് യുവർ ലൈഫ്. യു ഗോട്ട് ദിസ്.